ഹലോ, നമ്മുടെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്കും ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങളിപ്പോ ഈ സ്റ്റോറി കാണാൻ തുടങ്ങാൻ. അപ്പോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ജോയിൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. എന്നിട്ട് അതിന്റെ പേയ്മെന്റും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റോറീസ് മെമ്പേഴ്സ് ഓൺലി ആയിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വെബ്സൈറ്റ് ദേവൂസ് വോക്കൽസ് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ. നമ്മുടെ വെബ്സൈറ്റിൽ നല്ല ഓപ്പൺ സ്റ്റോറീസ് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടിട്ടുണ്ട്. ഓരോ ദിവസവും അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ കഥകൾ അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ നേരത്തെ പ്രീമിയം സ്റ്റോറീസ് ഒക്കെയാണിത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് സുഖമായിട്ട് നമ്മുടെ ഗൂഗിളില് ജസ്റ്റ് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും അത് കയറി എൻജോയ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നമ്മുടെ ഈ സ്റ്റോറിയുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. പിന്നെയുള്ള കാര്യം, നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് കമന്റ് നോക്കിയാൽ അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോ ഈ മാസത്തെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ചേരാനും സൂപ്പർ സ്റ്റോറീസ് ഒക്കെ ആസ്വദിക്കാനും താല്പര്യമുള്ളവർ നേരെ എക്സ്ക്ലൂസീവ് ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് പോരുട്ടോ. ഫസ്റ്റ് കമന്റ് ആണ്, മറന്നേക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റോറി തുടങ്ങിയാലോ. ഒരു അടിപൊളി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥയാണ് വരാൻ പോകുന്നേ. അച്ഛനും മക്കളും ആണ് കേട്ടോ ഈ കഥയിൽ തിളങ്ങി നിൽക്കാൻ പോകുന്നേ. അപ്പൊ തുടങ്ങിയാലോ. ദാസും ഭാര്യ ജയന്തിയും 2 പെൺമക്കളായിട്ടുള്ള മീനുവും മീനയും അടങ്ങുന്ന അവരുടെ കുടുംബം ഒരു സ്വർഗമായിരുന്നു. ദാസിന് ബാങ്കിൽ നല്ല ജോലിയാ. ജയന്തി ഒരു വീട്ടമ്മയും. മീനു മൂത്തയാളാണ്. അവളിപ്പോ ഡിഗ്രി 3rd ഇയർ പഠിക്കുന്നു. മീന ഡിഗ്രി 1ാം വർഷം. സന്തുഷ്ട കുടുംബം. ജയന്തിയുടെ സ്വഭാവം മാറി തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. ദാസിനോടൊരു അകൽച്ച കാണിച്ചുകൊണ്ടാണ് ജയന്തി ആ മാറ്റം പ്രകടിപ്പിച്ചേ. ബെഡ്റൂമിൽ ദാസിൽ നിന്നും ആദ്യം അകന്നു തുടങ്ങി. ജയന്തി അങ്ങനെ അകൽച്ച കാണിച്ചപ്പോഴേക്കും അത്യാവശ്യം എല്ലാത്തിനും നല്ല കൊതിയുണ്ടായിരുന്നു ദാസിന്. അത് വിഷമമായി. ജയന്തിക്കാണെങ്കിലോ ദാസിന്റെ ഒപ്പം എപ്പോഴും എല്ലാത്തിനും ഒന്നിച്ചു നിൽക്കുന്ന ആളാണേ. പെട്ടെന്ന് എന്താ ഇങ്ങനെ പറ്റിയതെന്നോർത്ത് അയാൾക്ക് ആകെ കൺഫ്യൂഷൻ. അവളോട് ചോദിച്ചെങ്കിലും തട്ടുമുട്ട കാരണങ്ങൾ പറഞ്ഞു ആൾ ഒഴിഞ്ഞു മാറി. മീനയും മീനുവും പതിയെ പതിയെ അമ്മയുടെ മാറ്റം മനസ്സിലാക്കി. അവരെന്താ വലിയ കുട്ടികളല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കും ഒരു പരിധിക്കപ്പുറം മനസ്സിലാക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ജയന്തി അവരോടും അകലം പാലിച്ചുകൊണ്ടേയിരുന്നു. കുട്ടികൾക്കും അത് വളരെ വിഷമാണ് കേട്ടോ ഉണ്ടാക്കിയത്. പെട്ടെന്നൊരു ദിവസം ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞൊരു ലെറ്ററും എഴുതി വെച്ച് ജയന്തിയെ കാണാതെയായി. 2 ദിവസം കഴിഞ്ഞാണ് കാര്യം അറിയുന്നേ. അവരുടെ വീട്ടിൽ നിന്നും അല്പം മാറി പുതിയതായി താമസിക്കാൻ വന്നൊരു ഫാമിലിയുണ്ട്. ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ജയൻ. അയാളുടെ കൂടെയാണത്രേ ജയന്തി പോയത്. ദാസ് അതറിഞ്ഞപ്പോഴാകെ തകർന്നുപോയി. ഒരു സൂചന പോലും ആർക്കും കിട്ടിയിരുന്നില്ല. ദാസിന്റെ അത്രയും വിഷമം മീനുവിനും മീനയ്ക്കും ഉണ്ടായില്ല. അവർക്ക് അമ്മയോട് തോന്നിയത് വെറുപ്പാണ്. അച്ഛനെയും തകളെയും വഞ്ചിച്ചു പോയ അമ്മയെ ഓർത്ത് എന്തിനു വിഷമിപ്പിക്കണം, എന്തിനു ഞങ്ങളുടെ വിലപ്പെട്ട സമയം കളയണം എന്നായിരുന്നു ആ കുട്ടികളുടെ നിലപാട്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പലരും മനക്കട്ടിയുള്ളവരായി മാറിപ്പോവുമല്ലേ. പോകെ പോകെ ദാസ് ഓഫീസിൽ പോകാതെയായി. കൂടെ മദ്യപാനവും തുടങ്ങി. ബാങ്കിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അത്ര പ്രശ്നമായില്ല. എങ്കിലും ദാസിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ബാങ്കിലെ മാനേജർ മീനയും മീനുവിനെയും വിളിച്ച് ദാസ് കുറച്ചുനാൾ അവധിയിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ പിന്നിലുള്ള കാര്യം അവർ പിന്നീടാണ് അറിയുന്നത്. ദാസ് അവിടെ മദ്യപിച്ച് ലക്കുകെട്ട് ആരോടൊക്കെയോ വഴക്കൊക്കെ ഉണ്ടാക്കിയത്രേ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ദാസ് ബാറിൽ വെച്ചും കുടിച്ച് അടിവരെയായി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദാസിനെ ഇറക്കിയത് മീനുവിന്റെയും മീനയുടെയും കോളേജിലെ കൗൺസിലിംഗ് ടീച്ചറായ രേവതിയും കൂടെ കൂടിയിട്ടായിരുന്നു. പ്രായം 25 കൗൺസിലർ രേവതി നല്ല മെച്യൂരിറ്റി ഉള്ള ഒരാളായിരുന്നു. സാരിയാണ് അധികം ഉടുക്കാറുള്ളത്. നല്ല കിടുര ഭംഗിയുള്ള ഷേപ്പുള്ള ആ ഉടല് കാണുമ്പോൾ തന്നെ ആർക്കും ഒന്ന് കോരി തരിച്ചു പോകും. എല്ലാവരെയും കൊതിപ്പിച്ച് നടന്ന രേവതിയുടെ അടുത്ത് ഇല്ലാത്ത വിഷമങ്ങൾ പറഞ്ഞ് കോളേജിലെ കുട്ടികളും സാറുമാര് വരെ ചെല്ലും. രേവതിയാണെങ്കിലോ കുറച്ചൊക്കെ കാണിച്ചും കൊടുക്കും. മേശയിൽ ചാഞ്ഞിരുന്നും ചെരിഞ്ഞിരുന്നും ഇടയ്ക്ക് എഴുന്നേറ്റ് നടന്നുമൊക്കെ എല്ലാവരെയും അല്പസ്വല്പമൊക്കെ കാണിച്ച് സംതൃപ്തിയാക്കിയിട്ടേ രേവതി വിടാറുള്ളൂ. അപ്പൊ പിന്നെ രേവതിക്ക് ഫാൻസ് കൂടാനുള്ളതിന് വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
ദാസിന്റെയും മീനയുടെയും കൂടെ രേവതിമാരുടെ വീട്ടിലേക്ക് അന്ന് വന്നിരുന്നു. ദാസിനെ കൊണ്ട് ബെഡ്റൂമിൽ കിടത്തിയിട്ട് കുട്ടികളുടെ അടുത്തേക്ക് വന്നു രേവതി. നല്ലപോലെ പഠിക്കുന്നവരായിരുന്നു അവര്. അതുകൊണ്ടെന്താ മിസ്സുമാർക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. രേവതി അവരോട് അല്പനേരം പേഴ്സണലായി സംസാരിക്കണം എന്ന് തന്നെ പറഞ്ഞു. എന്താണ് മിസ്, പറഞ്ഞോളൂ എന്നുള്ള ക്യൂരിയോസിറ്റിയോടെ അവർ ചേർന്നിരുന്നു. രേവതി അപ്പോ തുടങ്ങി. ഇനി നിങ്ങളുടെ അച്ഛനെ ഇങ്ങനെ വിടാൻ പറ്റില്ലാട്ടോ, ഈ കൂടി നിർത്തണം. പിന്നെ വേറെയും ഒരു കാര്യമുണ്ട്. ദാസിന് നിങ്ങളുടെ അമ്മ പോയത് കൊണ്ടൊരു സ്ത്രീയുടെ അഭാവം നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മീന ചോദിച്ചു. കുടിയുടെ കാര്യം അച്ഛന്റെ ഫ്രണ്ട്സ് സംസാരിച്ചിരുന്നു. അവര് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ടീച്ചർ പറഞ്ഞ അമ്മയുടെ കാര്യം, അച്ഛന്റെ ഫീൽ. ഞങ്ങളത് എന്താ ചെയ്യേണ്ടത്? അപ്പോഴേക്കും രേവതി തുടർന്നു. നിങ്ങൾ വലിയ പിള്ളേരല്ലേ, അച്ഛന് ഒരു സ്ത്രീയുടെ ആവശ്യം എന്തിനാ വേണ്ടതെന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ? അത് കേട്ട് മീനയ്ക്കും കാര്യം മനസ്സിലായി. പരസ്പരം നോക്കി അവർ. രേവതിയെ നോക്കാൻ മടിപോലെയായി. പിന്നീട് അവർക്ക് ലേശം നാണം പോലെ തോന്നിയതാനും. മുഖം കുമ്പിട്ട് രണ്ടാളും ഇരുന്നു. നിങ്ങൾ നാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അച്ഛനൊരു കല്യാണം കഴിപ്പിക്കണം. പക്ഷെ കുറച്ച് താമസം വരില്ലേ? അതുവരെ ദാസിനെ ഇങ്ങനെ വിടാൻ പറ്റില്ല. രേവതി അത്രയും പറഞ്ഞപ്പോൾ മീനനും ടെൻഷനായി. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ മിസ്? രേവതി അപ്പോൾ പറഞ്ഞു തുടങ്ങി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ആവശ്യം എത്രയും വേഗം ദാസിനെ തിരിച്ച് പഴയ പോലെ ആക്കണമെന്നതാണ്. അപ്പോഴേക്കും നമുക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അത്ര എളുപ്പമല്ല, ചിലപ്പോൾ അതിനേക്കാൾ സമയമെടുക്കും. ഓക്കെ മിസ് എന്താണ് പറഞ്ഞു വരുന്നത്? കുട്ടികളെ, നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് വിഷമമുള്ള കാര്യമാ, എങ്കിലും നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. മീനയാണപ്പോൾ പറഞ്ഞത്. മിസ് പറഞ്ഞോളൂ. ഞങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ടല്ലേ? എന്തായാലും ഞങ്ങൾ ഓക്കെയാണ്. രേവതി അപ്പോൾ രണ്ടാളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു. ചുരുക്കത്തിൽ പറയാം, തൽക്കാലത്തേക്ക് നിങ്ങൾ അച്ഛനൊരു കൂട്ടാവണം. വേറെ ഒരു കല്യാണം ഒത്തുവരുന്നത് വരെ. എന്താ? കുട്ടികൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയവർ. രേവതി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കേൾക്കുമ്പോൾ വിഷമം തോന്നും. പിന്നെ ഇത് പുറത്താരും അറിയില്ലല്ലോ. നമ്മൾ മൂന്നുപേരുമല്ലാതെ ആരും അറിയാൻ പോകുന്നില്ല. മിസ് എന്തൊക്കെയായി പറയുന്നത്? ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോ? അതിനെ കൊണ്ടൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഇതെങ്ങനെയാ മിസ്? അവരുടെ വിഷമം കണ്ടപ്പോഴേക്കും രേവതി ഒന്ന് ചിരിച്ചു. കുട്ടികളെ, ഈ ലോകത്ത് നടക്കുന്നതൊന്നും നിങ്ങൾ അറിയാത്തത് കൊണ്ടാ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതൊക്കെ സർവ്വസാധാരണമാണെന്നേ. അവർ രണ്ടുപേരും രേവതി മിസ്സിനെ പകച്ചു നോക്കി. അപ്പോ പെട്ടെന്ന് മീനുവാണ് പറഞ്ഞു തുടങ്ങിയത്. അല്ല മിസ്, ഇതെങ്ങനെയാ? ഞങ്ങൾ എങ്ങനെ ഇത് ചെയ്യും? അതിന്റെ ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ മിസ്, ഇതിന്റെയൊക്കെ രീതി. രേവതി അപ്പോ ഗൂഢമായി ഒന്ന് ചിരിച്ചു. കൊള്ളാം. ചേച്ചിയെക്കാളും അപ്പൊ അനിയത്തിയാണ് വിളഞ്ഞു നിൽക്കുന്നത്. അവൾക്കാണ് അറിയാനും. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വേഗം മനസ്സിലായതും അച്ഛന് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. രേവതി ഉടനെ പറഞ്ഞു തുടങ്ങി. അതൊക്കെ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ എല്ലാം പറഞ്ഞു തരാം. ദാസ് ഒരു പുരുഷനാ. അത് ചില സാഹചര്യങ്ങളിൽ മകളോ പെങ്ങളോ അമ്മയോ ഒക്കെ ആ സ്ഥാനത്ത് നിന്നും മാറി വെറും ഒരു ഇണയായി മാത്രം മാറാം. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം മിസ്? അച്ഛന് വേണ്ടിയല്ലേ? ഞങ്ങൾ തയ്യാറാണ്. വെരി ഗുഡ്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഇത് പറഞ്ഞ് രേവതി അവരോട് ദാസിനെ വളയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ആദ്യം ചമലോടെ ഇരുന്ന കുട്ടികൾ പെട്ടെന്ന് രേവതിയുടെ വെട്ടിത്തുറന്നുള്ള സംസാരത്തിൽ റിലാക്സ്ഡ് ആയി. പിന്നെ ഓരോ സുഖവും സുഖിപ്പിക്കലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ നല്ലപോലെ പണിയുമെന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് മൂപ്പിക്കുകയും ചെയ്തു. എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളാണെന്നാണ് രേവതി ആ സമയം വിചാരിച്ചിരുന്നത്. പക്ഷെ അവൾ വിചാരിച്ച പോലെയല്ല. ഇപ്പോൾ ദാസിനുള്ള കൊതിയേക്കാൾ 100 ഇരട്ടി കൊതിയാണ് ഈ പെൺകുട്ടികളുടെ മനസ്സിലുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും രേവതി അത്ഭുതപ്പെട്ടു പോയി. ടീച്ചറിന്റെ ആ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും മീനയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എത്രയും പെട്ടെന്ന് സ്വന്തം അച്ഛനെ ഒന്ന് വളച്ചെടുക്കണമെന്ന് അവരുടെ ഉൾമനസ്സിൽ ചിന്തിച്ചുപോയി. ടീച്ചർ എത്രയും പെട്ടെന്ന് പോയാൽ അത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പരിപാടികൾ തുടങ്ങാലോ എന്നുള്ള ആ മാനസികാവസ്ഥയിൽ തന്നെ എത്തിപ്പോയിരുന്നു രണ്ടുപേരും. രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോഴൊക്കെ രണ്ടുപേരും കൂടി പരസ്പരം റൂമിൽ ചെയ്യുന്നത് പോലെ ഒരു ചെറിയ കലാപരിപാടിയും അന്ന് നടത്തി. വളരെ വലിയ ആവേശത്തിലായിരുന്നു ആ രണ്ടുപേരും.
തങ്ങൾ മാത്രമാണ് വീട്ടിലുള്ളത്. അച്ഛനാണെങ്കിലോ സ്വന്തം കാര്യം മാത്രം അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇവർക്ക് സ്തുതിക്കാനും സുഖിപ്പിക്കാനും പുറത്തുനിന്നുള്ള ആളെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. മിടുക്കികളായ പെൺകുട്ടികൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാര്യത്തിന് പരസ്പരം നല്ല ഒത്തൊരുമയായിരുന്നു. ഇനി അവരുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അച്ഛനെ എങ്ങനെയെങ്കിലും വളയ്ക്കുക. ഇനി അച്ഛൻ ഞങ്ങളെ സ്വർഗം കാണിക്കുന്നതും തിരിച്ചച്ഛനെ ഭാര്യ എന്ന നിലയിൽ അങ്ങോട്ടേക്ക് ട്രീറ്റ് ചെയ്ത് അച്ഛനെ സ്വർഗം കാണിക്കുന്നതും ഓർത്ത് രണ്ടുപേർക്കും ഒരു രക്ഷയുമില്ലാത്ത ആഗ്രഹമാണ് ഇപ്പൊ മനസ്സ് നിറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് സുഖിപ്പിക്കുന്നതിനിടയിൽ പരസ്പരം അച്ഛന്റെ കാര്യം കൂടെ പറഞ്ഞ് രണ്ടാളും ഒന്ന് അല്പം കൂടുതൽ സുഖിക്കാനും മറന്നില്ല. പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു. രേവതി മിസ് പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും അച്ഛനെ ടീസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കുട്ടിയുടുപ്പും അവിടെയും ഇവിടെയും കാണുന്ന രീതിയിലുള്ള ഇതുവരെ ഇടാത്ത അലമാരിൽ വെച്ചിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് രണ്ടുപേരും ദാസിന്റെ മുന്നിൽ വന്നു. ദാസാണെങ്കിൽ അന്ന് ഉച്ചവരെ വീട്ടിലുണ്ടായിരുന്നില്ല, പുറത്തു പോയേക്കുകയായിരുന്നു. ഒരിക്കലും ബാറിൽ വെച്ച് അടിയുണ്ടാക്കിയതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് പോവേണ്ടി വന്ന ദാസ് തീർത്തും മദ്യം പോലും കഴിക്കാതെയാണ് ഈ സമയം വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ തന്നെ സ്വീകരിക്കാനായി നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ടപ്പോൾ ദാസ് അത്ഭുതപ്പെട്ടുപോയി. സാധാരണ ധരിക്കുന്ന പോലുള്ള വസ്ത്രമേ അല്ല അവരിട്ടിരിക്കുന്നത്. അവിടെയും ഇവിടെയൊക്കെ അങ്ങിങ്ങായി കാണിക്കുന്നുണ്ട്. അത് മാത്രല്ല, അച്ഛൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ യാതൊരു നാണവോ ചമ്മലോ ഒന്നും അവർക്ക് കാണുന്നുമില്ല. എന്തു പറ്റി ഇവർക്ക് എന്ന് ദാസ് മനസ്സുകൊണ്ട് ആലോചിച്ചു പോയി. അപ്പോഴേക്കും ചായയും ഭക്ഷണം എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അയാളുടെ മുന്നിൽ രണ്ടുപേരും മത്സരിച്ച് നടക്കാൻ തുടങ്ങി. തന്റെ പെൺകുട്ടികൾ ഇത്രയും വളർന്നു പോയോ എന്നും രണ്ടാളും അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ ദാസ് മനസ്സിൽ ചിന്തിച്ചു പോയി. അവിടെയായിരുന്നു ദാസിന്റെ മനസ്സിൽ ആദ്യത്തെ ഇളക്കം സംഭവിച്ചത്. അയാൾക്കാണെങ്കിൽ അവയെ നോക്കിയിട്ട് കണ്ണെടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിപ്പോ മീനയെ നോക്കണോ മീനുവിനെ നോക്കണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. കാരണം ഓരോ ഭാഗത്തു നിന്നും രണ്ടുപേരും ഓരോ തരത്തിലാണ് സൗന്ദര്യ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും കുട്ടികൾ രണ്ടുപേരും അച്ഛൻ എവിടെ ഇരിക്കെ, ഞങ്ങൾ ഫുഡ് എടുക്കാമെന്ന് പറഞ്ഞ് ഭക്ഷണവുമായി വന്നു. ഒരാൾ ചോറ് വിളമ്പാനും ഒരാൾ കറി വിളമ്പാനും മത്സരിച്ചു. അതിനിടയിൽ അച്ഛനെ ഒന്ന് തൊട്ടും തലോടിയും സുഖിപ്പിക്കാനും അവർ മറന്നില്ല. ദാസിന് അത്ഭുതപ്പെട്ടുപോയി. എന്റെ മക്കൾ എന്തായിരിക്കും ഇങ്ങനെ മാറിപ്പോയത്? അയാൾക്ക് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കഴിഞ്ഞ ദിവസം രേവതി മിസ് ഇവിടെ വന്നതും അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഉരുമ്പിട്ടിറങ്ങിയിരിക്കുന്നതെന്നും അയാൾ മനസ്സിലോർത്തു. കുട്ടികളുടെ അടുത്തേക്ക് ഇനിയിപ്പോൾ അവർക്കിതാണ് താല്പര്യമെങ്കിൽ ഞാനായിട്ട് എതിർ നിൽക്കുന്നില്ല. ഞാനും അക്കൂട്ടത്തിൽ അവരുടെ കൂടെ അങ്ങ് കൂടിയേക്കാം എന്ന് ദാസും വിചാരിച്ചു. അത് മാത്രല്ല കേട്ടോ, അയാളൊരു പുരുഷനല്ലേ, സംഗതി കൈവിട്ടു പോകുമെന്നായപ്പോൾ എങ്കിലെന്തും വരട്ടെ എന്ന് വിചാരിച്ചാണ് ദാസൊടുവിൽ അവർക്ക് വഴങ്ങിക്കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. അയാൾ പതിയെ പതിയെ മക്കളെ കാണുമ്പോഴേക്കും മുഖം തിരിക്കാതെ അവരെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കാൻ തുടങ്ങി. അച്ഛൻ എത്ര പെട്ടെന്നാ ഞങ്ങൾക്ക് വേണ്ടി വളഞ്ഞു തന്നതെന്ന് മീനയും മീനുവും അത്ഭുതത്തോടെ ഓർത്തു. ഏതായാലും കാര്യങ്ങൾ ഇത്രയും എത്തിയ സ്ഥിതിക്ക് കലാപരിപാടികൾ ഇന്ന് തന്നെ ആരംഭിച്ചാലോ എന്നുള്ള ആർത്തിയിലായിരുന്നു അവർ രണ്ടുപേരും. ആ സമയത്ത് ദാസിന്റെ മനസ്സിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരു ഫ്രണ്ടുണ്ട്, ജോൺ. അയാൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു അത്. ജോണിന്റെ ഒരു സുഹൃത്ത് ഭാര്യ മരിച്ചു പോയതിൽ പിന്നെ മോളായിരുന്നത്രേ അയാൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തോതിരുന്നത്. മോള് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ എങ്ങനെയാണോ എന്നുള്ള രീതിയിൽ അയാളുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തിരുന്നു അത്രേ. അത് കേട്ടപ്പോഴേക്കും ദാസിന്റെ മനസ്സിൽ അയാൾ പറഞ്ഞ മറ്റൊരു ഡയലോഗ് കൂടി ഓർമ്മ വന്നു. ഈ ആവശ്യങ്ങൾക്കൊക്കെ പെങ്ങളോ മകളോ എന്നൊന്നും ഇല്ലെന്നേ, ഇണയാണെന്നും പ്രകൃതിയിൽ നോക്കിയാൽ അതൊക്കെയല്ലേ നമുക്ക് കാണുന്നതെന്നും ജോണെന്ന് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ പലവട്ടം മനസ്സിലിട്ട് തിരിച്ചു മറിച്ചും ആലോചിച്ചു ദാസ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് അയാൾ എഴുന്നേറ്റു, സോഫയിലേക്ക് ഇരുന്നു. തൊട്ടടുത്ത നിമിഷം ഒരു കോളിംഗ് ബെല്ല് കേട്ടു. അതൊരു ഡെലിവറി ബോയ് ആയിരുന്നു. ദാസിന് ഇഷ്ടപ്പെട്ട ഒരു കുപ്പി മദ്യവുമായിട്ടാണ് അവിടെ ഡെലിവറി ബോയ് വന്നിരിക്കുന്നത്. അയാൾ നോക്കി നിൽക്കെ തന്റെ മക്കൾ കുപ്പിയിലേക്ക് ഒഴിക്കുന്നതും അച്ഛന് വേണ്ടുന്ന ടച്ചിങ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതും കണ്ടപ്പോൾ ദാസ് അത്ഭുതപ്പെട്ടു പോയി. എന്തൊക്കെയാ കുഞ്ഞുങ്ങളെ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മൂത്തവൾ മീനയാണ് കാര്യം പറഞ്ഞു തുടങ്ങിയേ. അച്ഛൻ ഇനി അവിടെ ഇവിടെയും പോയിട്ടൊന്നും മദ്യപിക്കരുതിട്ടോ. ദാ വീട്ടിലിരുന്ന് എത്ര വേണേലും കുടിച്ചോളൂ.
അച്ഛന്റെ മദ്യപാനം നിർത്താനെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. ഞങ്ങൾ പറയുന്നത് അച്ഛൻ ഞങ്ങളുടെ ഒപ്പം ഇരിക്കുമ്പോൾ മാത്രം കുടിച്ചാൽ മതിയെന്നാ. അതാകുമ്പോ ആ അളവിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാന്നേ. അച്ഛന് പെട്ടെന്ന് നിർത്തുക എന്നൊക്കെയുള്ളത് ബുദ്ധിമുട്ടാണെന്നറിയാം. അതുകൊണ്ട് സാവധാനം മതിയെന്നേ ഇതൊക്കെ. ദാസ് അത്ഭുതപ്പെട്ടുപോയി. കുട്ടികൾ കൊള്ളാമല്ലോ എന്നയാൾ വിചാരിച്ചു. ഒരാളാണെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നു, മറ്റേയാളാണെങ്കിൽ അച്ഛന് വേണ്ടിയിട്ടുള്ള ടച്ചിങ്സ് ഒക്കെ എടുത്തു വെക്കുന്നു. ആ സമയം അച്ഛൻ അദ്ദേഹത്തേക്ക് ചാരിക്കിടുന്നുകൊണ്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. അവരുടെ ആ പഞ്ഞിക്കെട്ട് പോലുള്ള മൃദുലതകൾ ദാസിന്റെ ദേഹത്തെ കമരുമ്പോഴേക്കും അയാളുടെ പൗരുഷം അയാൾ പോലും അറിയാതെ ഉണർന്നു പോയിരുന്നു. കുട്ടികൾ രണ്ടുപേരും ആ ലുങ്കി കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം ചിരിച്ചു. ഏതായാലും അച്ഛന്റെ മനസ്സങ്ങ് ഉണർന്നു കഴിഞ്ഞു. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് നേതൃത്വം കൊടുത്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് വന്നോളുമെന്ന് രണ്ടുപേരും മനസ്സിലാക്കി. ദാസിന് ആ സമയത്ത് അവരുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു സംഭവം പുള്ളിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ രേവതി മിസ് പറഞ്ഞിരുന്നു, കുട്ടികളെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സൗന്ദര്യമൊക്കെ കണ്ടു കഴിയുമ്പോൾ അച്ഛന് ചിലപ്പോൾ കുറ്റബോധമൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മക്കളാണല്ലോ. അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് മുറിയിലേക്ക് പോകുവാനും സ്വന്തമായി സുഖിച്ച് കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിയിക്കാനും കാര്യം നടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അച്ഛനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുതട്ടോ. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തന്നെ വേണം അതിനുള്ള കടിഞ്ഞാൻ. ആ ഓർമ്മയിൽ ദാസ് എഴുന്നേറ്റ് മാറാൻ നോക്കിയിട്ടും മുറിയിലേക്ക് പോവാൻ നോക്കിയിട്ടും ഒന്നും രണ്ടുപേരും വിടുന്നില്ല. ഇടം വലം അച്ഛന്റെ ഒപ്പം പിടിച്ച് അച്ഛനെ അങ്ങ് ലോക്ക് ചെയ്തിരുത്തിയിരിക്കുകയാണ് ആ രണ്ട് കാന്താരികളും. ദാസിന്റെ കൺട്രോള് എവിടൊക്കെയോ പോയി തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാവും രണ്ടുപേരും അയാളെ ചൂടുപിടിപ്പിക്കാനും അതുപോലുള്ള ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞു തുടങ്ങി. അതിനിടയിൽ അച്ഛനെ സ്നേഹത്തോടെ ഒരാൾ ചുംബിച്ചു തുടങ്ങി. അപ്പോഴേക്കും അതാ മീനെ ചുംബിക്കുന്നത് കണ്ട് മീനുവിനും വേണം അത്രേ. പിന്നീട് അച്ഛൻ അങ്ങോട്ടേക്കായി ചുംബനം. രണ്ടുപേർക്കും ആ കത്തി നിൽക്കുമ്പോൾ ഒരു തീപ്പൊരി മാത്രം മതിയായിരുന്നു. ആ ചുംബനം ഒരു തീപ്പൊരിയായി മാറി. പിന്നീട് നടന്നത് പറയാനുണ്ടോ? രണ്ടുപേരും കുതിരയെ പോലെ തന്നെയായിരുന്നു അച്ഛന്റെ അടുത്ത്. ദാസിനും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പറയാനുള്ളതെല്ലാം അയാൾ അവിടെ അവരുടെ മുമ്പിൽ നടത്തിച്ച് കാണിച്ചു തന്നു. അച്ഛാ, നമുക്കിനി മുറിയിലേക്ക് പോകാം എന്ന് മീന പറയുമ്പോഴേക്കും അതേന്ന് മീനുവും പറഞ്ഞു. അച്ഛനെയും കൂട്ടിക്കൊണ്ട് ആ രണ്ട് കാന്താരി പെൺകുട്ടികളും മുറിയിലേക്ക് പോയി. മുറിയിൽ കയറുമ്പോഴേക്കും സ്വയം നൂൽബന്ധമില്ലാതെ നിൽക്കുന്ന ആ രണ്ട് സുന്ദരികളെ കണ്ടപ്പോഴേക്കും ദാസിന്റെ മനസ്സിന്റെ സകല കൺട്രോളും പോയിരുന്നു. പിന്നീടൊന്നും നോക്കാനില്ല. അയാൾ രണ്ടുപേരുടെ അടുത്തും മാറി മാറി അങ്ങ് പടർന്നു കയറി. പിന്നീട് അവിടെ നടന്നതൊക്കെ അറിയാൻ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ രണ്ടു മക്കളുടെ പെർഫോമൻസിൽ ദാസിന് ശരിക്കും മറ്റൊരു കല്യാണമോ മറ്റൊരു സ്ത്രീയെ വേണമെന്നോ ഒരിക്കലും തോന്നാത്ത രീതിയിലായിരുന്നു അയാൾ രണ്ടുപേരും വന്ന് സ്വർഗം കാണിച്ചിരുന്നത്. അച്ഛാ, ഇവളല്ലേ മൂത്തത്, ഇന്ന് ഇവൾക്ക് തന്നെ ആയിക്കോട്ടെ അച്ഛന്റെ കയ്യിൽ നിന്നുള്ള ആദ്യത്തെ പ്രസാദം. ദാസിനും ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടി. അല്ലെങ്കിൽ തന്നെ ഇതിൽ ആരെ സെലക്ട് ചെയ്യുമെന്നുള്ള ടെൻഷനിലായിരുന്നു അയാളും. അങ്ങനെ മൂത്തവളെന്ന് ആദ്യമായി സുഖവും വേദനയും ഒന്നിച്ചെറിഞ്ഞു, അതും സ്വന്തം അച്ഛനിൽ നിന്ന്. ദാസ് അവളെ നന്നായി സുഖിപ്പിച്ചു കൊടുത്തു. തിരിച്ചാണെങ്കിലോ അനിയത്തിക്കുട്ടിയപ്പോൾ പറഞ്ഞു, സാരമില്ലച്ചാ, ഇന്ന് അവൾക്കാണെങ്കിൽ നാളെ എനിക്ക്, അല്ലെങ്കിൽ ഇന്ന് അവൾക്കൊന്നാണെങ്കിൽ എനിക്ക് അത് കഴിഞ്ഞടുത്തത്, അങ്ങനെ മതി. അച്ഛൻ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും ക്ഷമയോടെ കാത്തിരുന്നോളാം. ഇത്രയും ഭാഗ്യവാനായ അച്ഛൻ വേറെ എവിടെ ഉണ്ടാവുമല്ലേ? നമ്മുടെ കഥയുടെ ഫുൾ പാർട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലെ 1ാമത്തെ കമന്റ് നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നമ്മുടെ അഡ്മിന്. അപ്പൊ തന്നെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഈ കഥ ഫുള്ളായിട്ട് കേൾക്കാനും പറ്റും. അപ്പോ ദാസിനെയും ദാസിന്റെ നല്ല കാന്താരി പെൺകുട്ടികളായ മീനയും മീനുവിനെയും ഓർത്തിരിക്കുകയാണോ നിങ്ങള്? അപ്പോ ഇതിനേക്കാൾ സൂപ്പർ കഥയുമായിട്ട് ഞാൻ ഇനിയും വരാട്ടോ അടുത്ത ദിവസം. ബൈ ബൈ ഡിയേഴ്സ്.